നടി രഞ്ജിനി ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി രഞ്ജിനി, ഇത് ഒരു വിഭാഗം പറയുന്നു അതിജീവിതയ്ക്ക് നീതി ലഭിക്കാതെ പോയ ഒരു കോടതി വിധിയാണ് വന്നിരിക്കുന്നതെന്ന്. 1 മുതൽ 6 വരെയുള്ള ഈ കൃത്യത്തിൽ പങ്കെടുത്തവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിലെ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് കോടതി പറയുന്നത്. എന്താണ് ശ്രീമതി രഞ്ജിനി താങ്കൾക്ക് ഈ വിധിയെക്കുറിച്ച് പറയാനുള്ളത്? അല്ലേ, ആക്ച്വലി കോടതി എവിഡൻസ് വെച്ചിട്ടല്ലേ നമുക്ക് ജഡ്ജ്മെന്റ് കൊടുക്കുന്നത്. ഐ മീൻ വേർഡിക്റ്റ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ 1 to 6 നോക്കൂ, അവർ ആക്ച്വൽ കൾപ്രിറ്റ് മീൻസ് അവരത് ആ ആക്ടില് അവർ ചെയ്തിട്ടുണ്ട്, ആ ആക്ടിന്. അപ്പോൾ അത് കാരണം കൊണ്ട് അവർ പണിഷ് ചെയ്തിരിക്കുന്നു. പക്ഷെ ഈ ദിലീപിന്റെ കേസിൽ നമുക്ക് ഇനഫ് എവിഡൻസ് ഇല്ല പ്രൊഡ്യൂസ് ചെയ്യാൻ ഇങ്ങേറാണ് ചെയ്തത് എന്ന്. അത് കാരണം കൊണ്ടാണ് കോടതി വെറുതെ വിട്ടു. ബിക്കോസ് ജസ്റ്റിസിന് കിട്ടണമെങ്കിൽ നമുക്ക് എല്ലാ എവിഡൻസും വേണമല്ലോ. ഫോർ എക്സാമ്പിൾ ദ കേസ്, നമുക്ക് ഒരുപാട് കേസുകളുണ്ട്. എസ്പെഷ്യലി ഐ ജസ്റ്റ് വാണ്ട് ടു കോട്ട് ഈ നിത്താരി കേസ് ഉണ്ടല്ലോ, where I think a lot of children have been murdered. പക്ഷെ ആ 2 പേരും പുറത്തു വിട്ടല്ലോ. കാരണം എവിഡൻസ് ഇല്ല. എവിഡൻസ് ഞാൻ പറയുമ്പോൾ ഫ്രം ദ ബിഗിനിങ്, അതായത് പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ തൊട്ട് എവിഡൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അവിടെ തന്നെ ടെമ്പറിങ് നടന്നിട്ടുണ്ട്. അത് കാരണം കൊണ്ട് ഇപ്പോ കോടതിയിൽ വന്നപ്പോ ഇനഫ് എവിഡൻസ് ഇല്ല ഒരാളെ പിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അത് കാരണം കൊണ്ടാണ് ദിലീപിന് ഇന്നസെന്റ് ആയത്. സോ കോടതി മീൻസ് we look into the evidence before we pronouncing judgment. അത് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. രഞ്ജിനി, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം, അതിൽ താങ്കൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാകും. അതായത് ഇതിൽ ഞാൻ ചോദിക്കുന്നതിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ താങ്കൾ അത് പറയണം. അതായത് ദിലീപ് ഈ കൃത്യത്തിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ അത് തെളിയിക്കാൻ പാകമായിട്ടുള്ള തെളിവുകൾ അത് നശിപ്പിക്കപ്പെട്ടു പോയിരിക്കുന്നു, അതുകൊണ്ട് അത് കോടതിയിൽ എത്തിയില്ല. ഇങ്ങനെയാണോ താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത്? അതല്ലേ എനിക്ക് മീൻസ് പോലീസ് അത് സബ്മിറ്റ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? ദിലീപ് അഗെയിൻസ്റ്റ് ദിലീപിന്റെ എന്തെങ്കിലും എവിഡൻസസ് അത് അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അത് കാരണം കൊണ്ടല്ലേ കോടതിക്ക് അത് ദിലീപ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നത്. ബിക്കോസ് ഒരാൾ നമ്മൾ കുറ്റം ചെയ്തിരിക്കണമെങ്കിൽ നമ്മൾ എവിഡൻസ് ഉണ്ടെങ്കിലേ നമുക്കത് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്താലേ അത് നോക്കിയിട്ടല്ലേ ജഡ്ജ്മെന്റ് പറയാറ്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ബിക്കോസ് ഇനഫ് എവിഡൻസ് ഇല്ല. ദിലീപാണ് ചെയ്തതിന് അവിടെ ഇനഫ് എവിഡൻസ് ഇല്ല. അത് കാരണം കൊണ്ടാണ് കോടതി വെറുതെ വിട്ടു. ശരി, മനസ്സിലായി. വളരെയധികം നന്ദി ശ്രീമതി രഞ്ജിനി. ചലച്ചിത്ര താരം രഞ്ജിനിയാണ് നമ്മളോട് സംസാരിച്ചത്. ശ്രീമതി രഞ്ജിനി പറയുന്നത് ദിലീപിന്റെ ഈ കേസിലെ പങ്കാളിത്തം സംബന്ധിച്ച കാര്യങ്ങളിൽ കൃത്യമായ തെളിവുകൾ കോടതിക്ക് മുൻപാകെ എത്തിയിട്ടില്ല, ആ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിരുന്നു എന്നതാണ്. അതുകൊണ്ട് കോടതി തെളിവുകളാണ് നോക്കുന്നത്. അങ്ങനെ ദിലീപിന്റെ പങ്കാളിത്തം തെളിയിക്കാനുള്ള കാര്യങ്ങൾ കോടതിയുടെ മുൻപാകെ എത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് ദിലീപ് ഇപ്പോൾ കുറ്റവിമുക്തനാക്കപ്പെട്ടത് എന്ന ശ്രീമതി രഞ്ജിനിയുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഏതായാലും ഈ കേസിലെ വളരെ പ്രധാനപ്പെട്ട വിധിന്യായം വന്നിരിക്കുന്നു. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസിൽ നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത 1 മുതൽ 6 വരെയുള്ള പ്രതികൾ അവർക്കെതിരായിട്ടുള്ള കുറ്റം തെളിഞ്ഞിരിക്കുന്നു. 1-ാം പ്രതി പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി മണികണ്ഠൻ ബി, 4-ാം പ്രതി വിജീഷ് VP, 5-ാം പ്രതി സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവരാണ് കുറ്റക്കാരായി കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്കെതിരെ ഗൂഢാലോചന, ബലാത്സംഗം കുറ്റങ്ങൾ നിലനിൽക്കും. അതേസമയം തന്നെ ദിലീപ് 8-ാം പ്രതിയായിരുന്നു. ദിലീപിനെതിരെ ഉണ്ടായിരുന്നത് 120B എന്ന ക്രിമിനൽ കോൺസ്പിറസി അഥവാ ക്രിമിനൽ ഗൂഢാലോചനയായിരുന്നു. ഈ കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്ന് കണ്ടെത്തിയാണ് കോടതി ദിലീപ് അടക്കമുള്ള ഈ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ടവരെ വെറുതെ വിട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.